ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഭൂട്ടാനിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പാസ്പോർട്ടിൽ എൻട്രി ചെയ്യിപ്പിക്കാനുണ്ട്. അതിന് വന്നിരിക്കുകയാണ് ഇവിടെ ഓഫീസിൽ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ടിംഫുവിലോട്ട് പോകാൻ. അപ്പം ഇത് ഈ യെല്ലോ ഷോള് ഞങ്ങൾ ട്രാവൽ ഏജൻസിക്കാർ ഞങ്ങൾക്ക് ഇട്ട് തന്നതാണ്. നമ്മൾ ഒഫീഷ്യലി ഈ ഭൂട്ടാനിലേക്ക് എൻട്രി ആയതിനു ശേഷം ഇതവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇട്ട് തന്നതാണ്. അപ്പം ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനി ടിംഫുവിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ഫിഷോലിങ്ങിലാണുള്ളത്. ഫിഷോലിങ്ങിലായിരുന്നു ആ പാസ്പോർട്ടിൻ്റെ ഓഫീസൊക്കെ ഉള്ളത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. ഇനി അത് പാസ്പോർട്ട് എൻട്രി ചെയ്തതിന് ശേഷം ഞങ്ങളിപ്പം ടിംഫുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫിഷോലിങ്ങിൽ നിന്ന് ടിംഫുവിലേക്ക് മോർ ദാൻ 4.5 hours ട്രാവലിംഗ് ഉണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ ട്രിപ്പ് ബുക്ക് ചെയ്തത് ഒരു ട്രാവൽ ഏജൻസി ത്രൂ ആണ്. അത് ഭൂട്ടാനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരുടെ ഒരു ട്രാവൽ ഏജൻസിയാണ്. അപ്പം അവരാണ് ഞങ്ങൾക്ക് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തന്നത്. പിന്നെ നമുക്കിവിടെ ഭൂട്ടാനിൽ ഗൈഡ് മസ്റ്റാണ്, അതായത് ഫോറിനേഴ്സിന്. അപ്പം അവർ തന്നെ ഈ ഏജൻസി ഞങ്ങൾക്ക് ഗൈഡിനെയും ഈ കാറും എല്ലാം അവർ തന്നെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 7 seater എർട്ടിക്കയിലാണ് ഞങ്ങൾക്ക് അവർ ഏർപ്പാടായി തന്നത്. പിന്നെ ഒരു ഗൈഡ് അവിടെ മസ്റ്റാണ്. ഇതെല്ലാം ഈ ട്രാവൽ ഏജൻസി ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അപ്പം ഇത് ഞങ്ങൾ ടിംഫുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് പിന്നെ അങ്ങോട്ട് ഫുൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുൾ നേരുള്ള റോഡുകളൊന്നുമില്ല. പിന്നെ ഫുൾ സിക്സാക്ക് ടൈപ്പ് റോഡാണുള്ളത്. പിന്നെ കുറച്ച് സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഭൂട്ടാൻ ഫുൾ കുന്നുമലയാണ്. അതായത് ഇവിടെ മോർ ദാൻ 75% ഫുൾ ഫോറസ്റ്റ് മാത്രമേ ഉള്ളത്. ബാക്കിയുള്ള മാത്രമേ നമുക്ക് താമസിക്കാൻ പറ്റുന്ന നോർമൽ സ്ഥലങ്ങളുള്ളൂ. ഫുൾ എല്ലാ സ്ഥലങ്ങളിലും മലമുകളിലേക്കാണുള്ളത്. ഇതാണ് ഫസ്റ്റ് സ്പോട്ട്. ഇതിൻ്റെ പേര് 8 ധർമ്മ കയാസ്തൂപ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അതായത് 8 സ്തൂപകളാണ്. ഒരു മെമ്മോറിയലിൻ്റെ ഭാഗമായിട്ടാണ്, മെമ്മോറിയലിൻ്റെ എന്തോ കാര്യമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്, അതായത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണുള്ളത്. ഇവിടെ ആൾക്കാരിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പ്രായ ആൾക്കാരിങ്ങനെ റൗണ്ട് ചുറ്റിട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാം. ഇത് നമ്മൾ ടിംഫുവിലേക്ക് പോകുന്ന ആ റോഡിൽ തന്നെയാണുള്ളത്. റോഡിന് സെൻട്രൽ തന്നെയാണുള്ളത്. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് വന്നത്. നമ്മൾ ഇനി പോകുന്നത് നേരെ ഈ സൈഡിലോട്ടാണ്. ഈ സൈഡിലോട്ടാണ് ടിംഫു ഉള്ളത്. ആ ഒരു റോഡിൽ തന്നെയാണ് ഈ സ്തൂപ ഉണ്ടാക്കിയിരിക്കുന്നത് അവർ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയൊരു വാട്ടർഫോളെന്ന് പറയാൻ പറ്റില്ല, കാരണം അടുപ്പം വെള്ളമൊന്നുമില്ല. കാരണം ഇതിലിപ്പോൾ മഴയൊന്നും ഇതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അവിടെ ഇറങ്ങി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇന്ന് നമ്മൾ കുറേ മുമ്പോട്ട് എത്തിയപ്പോൾ ഒരു സ്ഥലം കണ്ടിട്ട് നിർത്തിയാണ്. കാരണം കുറേ സമയം ഇരുന്നിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങണം തോന്നി. അപ്പോൾ ഞങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടു.
അത് റോഡിൻ്റെ സൈഡിൽ തന്നെ ചെറുതായിട്ട് നമുക്കിന് റെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. നല്ല കാറ്റ്, നല്ല തണുപ്പാണ്. കാരണം നമ്മൾ കുറേ മുകളിലോട്ട് വന്നിട്ടുണ്ട്. കയറി കുറേ ടൈം ട്രാവൽ ചെയ്തിട്ടാണ് ഈ സ്ഥലത്തെത്തിയത്. നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിമിൽ കാണുന്ന പോലെ നല്ലൊരു റോഡിൻ്റെ പക്കത്ത് നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണിത്. നല്ല കാറ്റും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. ഇവിടുന്ന് ടിംഫുവിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഓൾമോസ്റ്റ് 1 hour എങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിംഫുവിലെത്തി. ടിംഫുവിലെ മെയിൻ ടൗണിൽ തന്നെ അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയില്ല. അപ്പം അതൊരു നോർമൽ മൊണാസ്ട്രിയാണ്. പിന്നെ അവിടെ എൻട്രി ഫീ 500 ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരു മൊണാസ്ട്രിയിൽ പിന്നെ ഞങ്ങൾ കയറണ്ടെന്ന് വെച്ചു. കാരണം ഓൾറെഡി ഒഫീഷ്യലി ഇങ്ങനെ മൊണാസ്ട്രിയൊക്കെ സെയിം ടൈപ്പാണ്. ഞങ്ങൾക്ക് ചുമ്മാ കയറേണ്ട പുറത്തൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഫോട്ടോ എടുത്തു. ഇവിടെ നല്ല തണുപ്പുണ്ട്. അത് 3 degree എങ്ങാണ്ട് ആ സമയത്തുണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ ഒരു മലമുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ ടിംഫുവിൽ ഇന്ന് താമസിക്കുന്ന ഹോട്ടൽ. അതൊക്കെ ട്രാവൽ ഏജൻസി തന്നെ അവർ ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നത്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഇതേപോലെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെൻ്ററി ആണ്. അത്യാവശ്യം നല്ല റൂമാണ്. എനിക്കൊരു നെഗറ്റീവായിട്ടും ഈ ഒരു ഹോട്ടലിൽ തോന്നിയിട്ടില്ല. റൂമൊക്കെ നല്ലതാണ്. ബാത്റൂം കുറച്ചൊരു പഴയതാണ്, പക്ഷെ നല്ല നീറ്റായിരുന്നു. വിശാലമായ വാഷ്റൂം. പിന്നെ റൂമിൽ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. ഒക്കെ അവർ പ്രൊവൈഡ് തന്നിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ തന്നെ റൂമിൽ ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെക്കിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ചുമ്മാ ഒന്ന് പുറത്തോട്ട് നടന്നു പോകണം. നമ്മൾ താമസിക്കുന്ന ടിംഫുവിലെ മെയിൻ സ്ഥലത്ത് തന്നെയാണുള്ളത്. മെയിൻ സെൻട്രൽ ടൗണിൽ തന്നെയാണുള്ളത്. നമുക്ക് നമ്മൾ റൂമിൽ നോക്കിയാൽ പുറത്തോട്ട് ടിംഫു ടൗൺ കുറച്ചെല്ലാം കാണാൻ പറ്റും. ഞങ്ങളൊന്ന് ജസ്റ്റ് ഫ്രഷ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി. പക്ഷെ വിശക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ചുമ്മാ ഒന്ന് നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. കാരണം ഇവിടെ പെട്ടെന്ന് ഇരുടാകും. ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഇരുടാകും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളൊന്ന് ചുമ്മാ പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഈ ഒരു മെയിൻ ടൗണിൽ റെസ്റ്റോറൻറ്റൊക്കെ ഭയങ്കര കുറവാണ്. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനും കൂടി നോക്കിയിട്ട് റെസ്റ്റോറൻറ്റും കൂടി തപ്പി ഇറങ്ങിയതാണ്. കുറേ കഫേ ഷോപ്പും പിന്നെ പാസ്ട്രീസ് അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് വേറെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളിങ്ങനെ അതും തപ്പുന്നുണ്ട്. ചുമ്മാ ടിംഫു ടൗണൊക്കെ ഒന്ന് കാണാവുന്ന രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കും വലിയ ധൃതിയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സ്ലോയിലാണ് വണ്ടി ഓടിക്കുന്നതും. പിന്നെ ആരും ഓണടിക്കുന്നു ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളാണ് ഈ ഭൂട്ടാനിൽ എല്ലായിടെയും. അതായത് ഞങ്ങളിപ്പോൾ ഷോലിംഗ് ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ടിംഫു ആണെങ്കിലൊക്കെ ഭയങ്കര പീസ്ഫുള്ളായ സ്ഥലമാണിത്. ആരും ഹോണടിക്കുന്നേ ഇല്ല. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കുറേ സ്റ്റോൾ കണ്ടു. അപ്പോൾ സ്റ്റോൾ മീൻസ് കുറേ ഹാൻഡിക്രാഫ്റ്റും അങ്ങനത്തെ കുറേ സാധനം വെക്കുന്നൊരു സ്റ്റോളുകളാണ്. ടിംഫുവിൻ്റെ സെൻട്രൽ തന്നെയാണ്. ഒരു 2 റോഡിൻ്റെ സെൻട്രലായിട്ടാണ് ഇവർ ഈ സ്റ്റോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇവർ തന്നെ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കുന്ന കുറേ ഷോള്, പിന്നെ ബാഗുകൾ, പിന്നെ ക്യാപ്പ്, പിന്നെ സ്വെറ്റർ, പിന്നെ കുറേ ഹാൻഡിക്രാഫ്റ്റ്, അതായത് ഇവരുടെ കുറേ ട്രഡീഷണൽ ബാഗായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കീ ചെയിൻസ്, സുവനീഴ്സ് ഒക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ, എല്ലാം ഒരേപോലത്തെ കട. എല്ലാ കടയിലും സെയിം സാധനങ്ങളാണ് വിൽക്കുന്നത്. അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. ഇതെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. ആൾക്കാരിങ്ങനെ തുന്നുന്നതും ഉണ്ടാക്കുന്നതും. അപ്പോൾ ഞങ്ങൾ
ഒരു കടയിൽ കയറി ചുമ്മാ ഒന്ന് വിലയൊക്കെ ചോദിച്ചിരുന്നു. അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. ഞങ്ങൾ വാങ്ങിയില്ല, കാരണം നല്ല പൈസ ഉണ്ട്. കാരണം ഇവർ കൈകൊണ്ടൊക്കെ ഇവർ സ്വയം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാലോ കുറച്ചധികം പൈസ ഉണ്ടാവും നമ്മൾ കമ്പയർ ടു അതർ ഷോപ്പ്. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് ചോദിച്ചു, ഒരു സുവനീർ ഞങ്ങൾക്ക് എന്തെങ്കിലും ടിഫൂൻ്റെ എന്തെങ്കിലും സുവനീർ നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല ഒന്നും. പിന്നെ ഇവർക്ക് ഇത് മാത്രം ഒരു ജീവിത മാർഗ്ഗമായിട്ടുള്ള വരുന്നത്, ഇവർ ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറേ നടന്നു ഒരു റെസ്റ്റോറൻറ്റ് കണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു തുപ്കയും പിന്നെ ചില്ലി ക്രിസ്പി സ്പൈസി മോമോസ് ഓർഡർ ചെയ്തു. നോർമൽ റേറ്റാണ്, 100ഉം 120 അങ്ങനത്തെ അത്ര റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയ റേറ്റുള്ള ഒന്നുമല്ലായിരുന്നു. അപ്പം ഞങ്ങളത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഇരുടായി. ഇപ്പോൾ സമയം 7 മണിയായിട്ടുള്ളൂ, നല്ല ഇരുടായി. അപ്പം ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.